കുഞ്ഞിച്ചോ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ നോക്കാൻ പോകുന്നത് ബൊറൂട്ടോ 2 ബ്ലൂ വോർട്ടെക്സിന്റെ ചാപ്റ്റർ 6 ആണ്. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ബൊറൂട്ടോ 2 ബ്ലൂ വോർട്ടെക്സിന്റെ സപ്പോർട്ടൊക്കെ വളരെ കുറവാണ്. ആദ്യത്തെ വീഡിയോക്ക് കിട്ടിയ സപ്പോർട്ട് രണ്ടാമത്തെ വീഡിയോക്ക് കിട്ടിയില്ല, രണ്ടാമത്തെ വീഡിയോക്ക് കിട്ടിയത് മൂന്നാമത്തെ വീഡിയോക്ക് കിട്ടിയിട്ടില്ല. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വീഡിയോക്ക് എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാൻ മടിക്കരുത്. നിങ്ങളത് പറഞ്ഞാൽ മാത്രമേ എനിക്ക് ആ വീഡിയോസ് ഒക്കെ റെഡിയാക്കാൻ സാധിക്കത്തുള്ളൂ. അത് മാത്രമല്ലാതെ അടുത്തൊരു വീഡിയോ അതിലും മികച്ചതായിട്ട് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. സോ എന്തെങ്കിലും പ്രശ്നമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറയാൻ മടിക്കരുത്. ഇനി നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇതിനു മുമ്പിട്ട് എല്ലാ വീഡിയോസും നിങ്ങൾ കാണുന്ന എന്തായാലും ഉറപ്പുവരുത്തണം. ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അതേപോലെ തന്നെ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കണ്ട. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണേ. നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ എനിക്കത് പരിഹരിക്കാൻ സാധിക്കത്തുള്ളൂ. സോ നീ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ചാപ്റ്ററിന് തുടക്കത്തിൽ നമ്മുടെ ഷിക്കമാറു രണ്ട് എൽഡേഴ്സ് ഉള്ള മീറ്റിംഗ് ആണ് കാണിക്കുന്നത്. ആ എൽഡേഴ്സ് പറയുന്നുണ്ട്, ബൊറൂട്ടോയോ അവൻ എന്തിനാണ് തിരിച്ചു വന്നത്? അവനല്ലേ ഹൊക്കാഗനെ കൊന്നത്, എന്നിട്ടും അവൻ എന്തിനാണ് തിരിച്ചു വന്നത്? സത്യം എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, കൊണോഹ അറ്റാക്ക് ചെയ്യാൻ വന്ന കോഡിനെ അവനാണ് ഇവിടുന്ന് തുരത്തിയത്. അത് മാത്രമല്ല, അത് കഴിഞ്ഞ് അവൻ വീണ്ടും മിസ്സിംഗ് ആയി. ഇപ്പോൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. നിങ്ങൾ എന്തൊക്കെ വന്നാലും ബൊറൂട്ടോനെ കൊന്നിരിക്കണം, അത് ഒരു ഉത്തരവാണ്. അതും കേട്ടുകൊണ്ട് നമ്മുടെ ഷിക്കമാറു അവിടുന്ന് പോകാൻ പോകുകയാണ്. അപ്പൊ ആ കൂട്ടത്തിലെ ഒരു എൽഡർ പറയുന്നുണ്ട്, ഷിക്കമാറു നീ സജസ്റ്റ് ചെയ്ത ആ 3 ഇയർ ടൈം ലിമിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതലൊന്നും കൊണോഹയ്ക്ക് കാക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഇവിടുത്തെ ലോഡായി മാറാൻ നോക്ക്. അപ്പൊ തന്നെ നമ്മുടെ ഷിക്കമാറു പറയുന്നുണ്ട്, ഞാൻ ഇനിയും വരാം റിപ്പോർട്ടുമായിട്ട്. ഷിക്കമാറു തന്റെ ഓഫീസിൽ ഇരുന്നുകൊണ്ട് ഭയങ്കര ആലോചനയിലായിരുന്നു. അപ്പൊ തന്നെ അവിടേക്ക് നമ്മുടെ ഈനോ വരുന്നുണ്ട്. എന്നിട്ട് ഷിക്കമാറു, നീ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല, നിനക്ക് ഈ പഴയ ഓൾഡ് മിഷൻസിന്റെ ഒക്കെ റെക്കോർഡ്സ് ഒക്കെ എന്തിനാണ്? അത് കുറച്ച് ആവശ്യത്തിന്, തൽക്കാലം നീ ഇവിടുന്ന് പൊക്കോ. ഇതും കേട്ടുകൊണ്ട് നമ്മുടെ ഈനോ ഒന്നും മിണ്ടാതെ അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട്. എന്നാൽ ഷിക്കമാറോട് പെട്ടെന്ന് ഈനോ മനസ്സിൽ സംസാരിക്കാൻ തുടങ്ങും. പുള്ളിക്കാര് പറയുന്നുണ്ട്, എനിക്കറിയാം നീ ഡോക്യുമെന്റ്സിന് വേണ്ടിയല്ല എന്നെ വിളിച്ചതെന്ന്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് കാര്യം പറയാൻ. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മറ്റാരും തന്നെ കേൾക്കാൻ സാധിക്കത്തില്ല. ഏടെയും കവാക്കിയും ആമുടയും ആരും തന്നെ. അത് പറ്റത്തില്ല. ആദ്യം നീ ടോപ്പിക്ക് പറ, അതിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കത്തുള്ളൂ. ഈനോ, ഇത് കൊണോഹയുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. പക്ഷേ നിനക്ക് ഇതിന് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ഈ കോൺവെർസേഷൻ ഇവിടെ അവസാനിച്ചെന്ന് ഷിക്കമാറു പറയും. ഇത് കേൾക്കാൻ നേരത്തെ അവള് പറയുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരും കേൾക്കത്തില്ല, നീ ആദ്യം കാര്യം പറയാൻ നോക്ക്. അത് കഴിഞ്ഞ് നമ്മുടെ കവാക്കിനാണ് കാണിക്കുന്നത്. കവാക്കി ചോദിക്കുന്നുണ്ട്, എന്ത് 10 ടൈൽസിന് കോൺഷ്യസ് ഒക്കെ വന്നു? അതെ, അവർക്കിപ്പോ കോൺഷ്യസ് ഒക്കെ ഉണ്ട്. അതെങ്ങനെയാ സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇപ്പൊ അവർ ടോട്ടൽ ഡിഫറെന്റ് ബീയിങ് തന്നെയാണ്. അപ്പോൾ കോഡോ, അവനല്ലേ അവർ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്? കോഡ് അപ്പൊ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. കാരണം ഇപ്പോ കോഡിന് ആ മോൺസ്റ്റേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷെ എന്നെ അലട്ടുന്നത് അത് മറ്റൊരു കാര്യമാണ്. അത് നോർമലി അവർ ഓട്സിൽ കൂടെ പുറകെയാണ് പോകുന്നത്. പക്ഷെ ഇപ്പോ അങ്ങനെയല്ല. അവർ നറൂട്ടോയുടെ ജീവന്റെ പുറകിലും പോകുന്നുണ്ട്. നറൂട്ടോയുടെ ജീവന് മാത്രമല്ല, പക്ഷെ എന്റെയും ജീവന്റെ പുറകിൽ അവർ വരുന്നുണ്ട്. അപ്പൊ കവാക്കി ചോദിക്കുന്നുണ്ട്, ലോർഡ് 7ന്റെയോ? അതിനെന്താ, അതിന്റെ കാര്യം എന്താ? അതെനിക്ക് അറിഞ്ഞൂടാ കവാക്കി, പക്ഷെ ഇതൊക്കെയാണ് സംഭവം. അപ്പൊ തന്നെ നമ്മുടെ കവാക്കി പറയുന്നുണ്ട്, ലോർഡ് 7ന്റെ കാര്യമാണെങ്കിൽ പേടിക്കണ്ട, കാരണം പുള്ളിക്കാരൻ എന്റെ കയ്യിൽ സേഫ് ആയിട്ടിരിക്കും. ഡയമണ്ട് അപ്പൊ നമ്മുടെ കവാക്കിയുടെ ഒരു കാര്യം പറയുന്നുണ്ട്, നിനക്കൊരു കാര്യം മനസ്സിലാകുന്നില്ലേ? ഇവിടെ ലോർഡ് 7 ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് അറിയുന്നത് 5 പേർക്കാണ്. അതിൽ നമ്മൾ 3 പേരും പിന്നെ ആ ബൊറൂട്ടോവും സാസ്കയുമാണ്. അവർ രണ്ടുപേരും എന്തായാലും ക്രിമിനൽസ് ആണ്. അതുകൊണ്ട് അവരെ ആരും വിശ്വസിക്കത്തില്ല. പക്ഷേ ആ മോൺസ്റ്റേഴ്സ് നറൂട്ടോന്റെ ജീവന് വേണ്ടി ഇവിടെ വന്നാൽ അതെന്ത് സംഭവിക്കും? നീ കള്ളങ്ങൾ കൊണ്ട് പണിത ആ ചീട്ടുകൊട്ടാരം എത്രയും പെട്ടെന്ന് തകർന്ന് വീഴ്ത്തില്ല. ഇത് കേൾക്കാൻ നേരത്ത് നമ്മുടെ കാവാക്കി കുറച്ചധികം കോൺഷ്യസ് ആകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഡയമണ്ട് വീണ്ടും പറയും ചെയ്യും, അതൊന്നും എനിക്ക് വിഷയമുള്ള കാര്യമില്ല, എനിക്ക് എന്റെ ചേച്ചിയുടെയും കാര്യം മാത്രം നോക്കിയാൽ മതി. നമ്മുടെ കാവാക്കി അവിടെ നിന്ന് എണീറ്റ് നടന്നു പോകുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ഏട് ചോദിക്കുന്നുണ്ട്, കാവാക്കി നീ എവിടെയാണ് പോകുന്നത്? എന്തിനാണ് നീ എന്നോട് ചോദിക്കുന്നത്? നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ അങ്ങോട്ട് നോക്കിയാൽ പോലെ. എന്നാൽ കാവാക്കി അവിടെ നിന്ന് പുറത്തിറങ്ങാൻ നേരത്ത് നമ്മുടെ മിറ്റ്സുക്കി അവിടെ നിൽപ്പുണ്ട്. അപ്പൊ തന്നെ കാവാക്കി പറയുന്നുണ്ട്, ദേ അടുത്തത് നിൽക്കുന്നത്. ഇത് നീ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ലോർഡ് 8 എന്നെ ഏൽപ്പിച്ച ഒരു മിഷനാണിത്. ഏടെനെ നിന്നെ എപ്പോഴും സർവൈലൻസ് ചെയ്യണമെന്ന്. അതുകൊള്ളാം, നിഴല് പോലെ എന്റെ കൂടെ നടന്നിട്ട് നീ മറ്റുള്ളവരെ കുറ്റം പറയുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബൊറൂട്ടനെ സാർദിനെ അതേപോലെ ക്ലാസ് ട്രിപ്പിനാണ്. സാർദയായിട്ട് ഒന്നും മിണ്ടാതിരിക്കുവാണ്. കാര്യം ബൊറൂട്ടനെ കെട്ടിപ്പിടിച്ച കാര്യം ആലോചിച്ചിട്ട് അവൾക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. ഇത് മനസ്സിലാക്കി നമ്മുടെ ക്ലാസ് ട്രിപ്പായിട്ട് ബൊറൂട്ടോയുടെ സൈഡിൽ വന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ബൊറൂട്ടോ നീ സുഖമായിട്ടിരിക്കുന്നോ? ഏകദേശം 3 വർഷമായിട്ടില്ലേ നമ്മൾ കണ്ടിട്ട്? കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. നീ എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നോ? പിന്നെ സാർദ, നീ അങ്ങനെ എത്ര പെട്ടെന്ന് ചാടി വന്ന് നിന്നെ കെട്ടിപ്പിടിക്കുന്നു ഞാൻ ഓർത്തില്ല കേട്ടോ. അത് പിന്നെ ഇത്ര നാളായി, നിനക്ക് അറിയാമല്ലേ ഞങ്ങൾ നിനക്ക് വേണ്ടി എന്തുമാത്രം വറി ചെയ്യുന്നുണ്ടെന്ന്. അതൊക്കെ എനിക്കറിയാം, പക്ഷേ നിങ്ങൾ രണ്ടും സേഫ് ആയിട്ടിരിക്കുന്നല്ലോ, അത് തന്നെ ധാരാളം. അല്ല ബൊറൂട്ടോ, നീ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നിനക്ക് വേറെ വിഷയമൊന്നുമില്ലല്ലോ, ആരും നിന്നെ കണ്ടുപിടിക്കുന്നില്ലല്ലോ. പേടിക്കണ്ട, അതോർത്ത് പേടിക്കണ്ട. ഞാൻ എന്റെ ചാക്ര ഫുള്ളി വാനിഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കും എന്നെ കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. പക്ഷേ കവാക്കയുടെ കാര്യം അങ്ങനെയല്ല, അവൻ എപ്പോ വേണമെങ്കിലും എന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതുകൊണ്ട് എനിക്ക് അധികം സമയമൊന്നും ഇല്ലെന്ന് തന്നെ പറയാം. സാർദ, ഞാൻ ഇവിടേക്ക് വന്നത് എന്റെ മാസ്റ്ററിനെ കുറിച്ച് പറയാനാണ്, സാസ്കനെ കുറിച്ച് നിന്നോട് പറയാനാണ്. ഇത് കേട്ടപ്പോ തന്നെ നമ്മുടെ സാർദ ചോദിക്കുന്നുണ്ട്, പുള്ളിക്കാരുടെ അച്ഛൻ എന്താണ് പറ്റിയെന്ന്. അപ്പ ബൊറൂട്ടോ പറയുകയും ചെയ്യും, 10 ടൈൽസ് എന്റെ മാസ്റ്ററിനെ അബ്സോർവ് ചെയ്ത് കഴിഞ്ഞു. അവൻ ഇവിടെ എവിടെയോ ഉണ്ട്, എനിക്ക് അവനെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബൊറൂട്ടോ ഇവിടെയുണ്ട്. ഇത് കേൾക്കാൻ നേരത്തെ തന്നെ മിറ്റ്സുക്കി പുള്ളിക്കാരുടെ ഒരു പാമ്പിനെ റിലീസ് ചെയ്യുന്നുണ്ട്. നീ പറയുന്നത് അബ്സോർവ് ചെയ്തെന്നാണോ? ആ ട്രീനെ പോലെ? അത് തന്നെ. മാസ്റ്റർ എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് പുള്ളിക്കാരന്റെ ജീവൻ സാക്രിഫൈസ് ചെയ്തത്. റീസെന്റ് ആയിട്ട് വില്ലേജിൽ അറ്റാക്ക് നടത്തുമ്പോൾ ആ ക്ലോഗ്രിംസ് എല്ലാവരും കുറെ മനുഷ്യരെ പിടിച്ചിരുന്നു. അവരെല്ലാരും ഒരു ട്രീ ആയിട്ട് മാറുകയും ചെയ്തു. നീ പറയുന്നതെല്ലാം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? 10 ടൈൽസിന്റെ എക്സിസ്റ്റൻസിന്റെ തന്നെ കാര്യം ചാക്ര കഴിക്കാനാണ്. അതാണ് അവരുടെ
ആദ്യത്തെ ഇൻസ്റ്റിങ്സും പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ അവസാനം ഒരു ഓട്സുക്കിനെ കഴിക്കാൻ നേരത്ത് അതൊരു ഡിവൈൻ ട്രീ ആയിട്ട് മാറും. എന്നാൽ അത് പാസ്റ്റിലായിരുന്നു, ഇപ്പോൾ അതങ്ങനെയല്ല. എന്തൊരു കാര്യം കൊണ്ട് അവർ ഇവോൾവ് ആയി, അവരിപ്പോ ഒരു ഷിഞ്ചുവായിട്ട് മാറി. ഇതേ സമയം നമ്മുടെ മിറ്റ്സുക്കി 8th ഹൊക്കാഗനെ വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ട്. ബൊറൂട്ടോ ഇവിടെ എവിടെയോ തന്നെയുണ്ട്, സൗത്ത് സൈഡിലാണെന്നാണ് കവാക്കി പറഞ്ഞത്. അവന് ഫീൽ ചെയ്യാൻ സാധിച്ചു. കവാക്കി അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബൊറൂട്ടോയ്ക്ക് കവാക്കിനെ ഫീൽ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ നേരിട്ട് അവിടേക്ക് പോവാം. അപ്പൊ കവാക്കിയുടെ കാര്യം തൽക്കാലത്തേക്ക് ഞാൻ നോക്കിയിട്ടുണ്ട്. കവാക്കിനെ തന്റെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് തൽക്കാലത്തേക്ക് ഒന്ന് മയക്കി കെടുത്തിരിക്കുകയാണ് നമ്മുടെ മിറ്റ്സുക്കി. ഇടയായിട്ട് എങ്ങനെയെങ്കിലും സംസാരിക്കുക, അവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം, അവനെ രക്ഷപ്പെടാൻ അനുവദിച്ചു. ഷിഞ്ചുവോ, നീ എന്താണ് പറയുന്നത് ബൊറൂട്ടോ? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കും വലിയ പിടുത്തമൊന്നുമില്ല. പക്ഷെ കോഡിന്റെ ചാക്കരായിരിക്കും അതിന്റെ കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. കോഡ് ഒരു ഓട്സുസുക്കി അല്ല, പക്ഷെ പുള്ളിക്കാരന് ഈശുക്കിടെ കർമ്മയുണ്ട്, അതായിരിക്കും അഫക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെയായിരിക്കും ക്ലോ ഗ്രിപ്സ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുള്ളത്. പെട്ടെന്ന് നമ്മുടെ ബൊറൂട്ടോ ഞെട്ടുന്നുണ്ട്. കാര്യം മൈൻഡ് ബോഡി ട്രാൻസ്മിഷൻ ടെക്നിക് യൂസ് ചെയ്ത് ആരോ ഒരാൾ നമ്മുടെ ബൊറൂട്ടോയായിട്ട് സംസാരിക്കാൻ നോക്കും. ബൊറൂട്ടോ, നീ നിന്റെ എക്സ്പ്രഷൻസ് ഒന്നും പുറത്ത് കൊണ്ടുവരാൻ നോക്കണ്ട. ഞാൻ പറയുന്നത് ഒച്ചത്തിൽ പറയാതെ നിന്റെ മനസ്സിൽ തന്നെ എനിക്ക് റിപ്ലൈ തരാൻ നോക്കും. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ഒഫീഷ്യൽ ട്രാൻസ്മിഷൻ അല്ല. ഇത് ഞാൻ ഈനോടെ സഹായത്തോട് കൂടി അൺഒഫീഷ്യൽ ആയിട്ടാണ് നീയുമായിട്ട് ഇപ്പൊ സംസാരിക്കുന്നത്. അത് മറ്റാരും അല്ലായിരുന്നു, നമ്മുടെ ഷിക്കമാറുമായിരുന്നു. അല്ല, താങ്കളൊരു ഹൊക്കാഗയല്ലേ, ഞാനായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് അത് അത്ര നല്ലതായിരിക്കുമോ? അങ്ങനെ പലരും എന്നെ വിളിക്കും, പക്ഷെ ഞാൻ ഇതുവരെ ഒരു ഒഫീഷ്യലായിട്ട് ഹൊക്കാഗയായിട്ട് മാറിയിട്ടില്ല. അങ്ങനെയാണോ? ഞാൻ എന്തായാലും സംസാരിക്കുന്നില്ല. കാര്യം ഞാൻ എങ്ങനെയാണ് താങ്കളെ ട്രസ്റ്റ് ചെയ്യേണ്ടത്? എത്രയും പെട്ടെന്ന് നീ ഇവിടെ നിന്ന് പോകാൻ നോക്ക്. കാര്യം നിന്നെ തേടി ഒരാൾ അവിടേക്ക് വരുന്നുണ്ട്. നമ്മുടെ ബൊറൂട്ടോന്റെ ചുറ്റിന് ഒരു പാമ്പ് പ്രത്യക്ഷപ്പെടും. ബൊറൂട്ടോനെ കടിക്കാനും പോകും. പക്ഷെ ബൊറൂട്ടോ പുള്ളിക്കാരന്റെ ആ ഒരു സോഡ് പുറത്തേക്ക് എടുത്തിട്ട് ഫ്ലൈയിങ് തണ്ടർ കോഡ് ടെക്നിക് യൂസ് ചെയ്ത് അവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് മാറുന്നു. മറ്റാരും അല്ലായിരുന്നു, അത് നമ്മുടെ മിറ്റ്സുക്കി ആയിരുന്നു. പുള്ളിക്കാരൻ തന്റെ സേജ് മോഡ് യൂസ് ചെയ്തുകൊണ്ട് അവിടെ നിൽപ്പുണ്ട്. ബൊറൂട്ടോ, അവസാനം നമ്മൾ കണ്ടല്ലേ, പക്ഷെ ഇന്ന് നിന്റെ അവസാനത്തെ ദിവസമായിരിക്കും. നിങ്ങൾ രണ്ടുപേരും എന്റെ മുമ്പിൽ നിന്ന് മാറിക്കോ. എനിക്കറിഞ്ഞൂടാ അവൻ നിങ്ങളോട് എന്തുവാണ് പറഞ്ഞതെന്ന്, പക്ഷെ എന്തായാലും അവനെ വെറുതെ വിടാൻ ഞാൻ ഇത്തവണ തീരുമാനിച്ചിട്ടില്ല. എന്നിട്ട് മിറ്റ്സുക്കി നമ്മുടെ ബൊറൂട്ടോനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ബൊറൂട്ടോ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അത് കൗണ്ടർ അറ്റാക്കും ചെയ്യും. മിറ്റ്സുക്കി അപ്പൊ തിരിച്ച് ഒരു ഹ്യൂജ് ആയിട്ടുള്ള അറ്റാക്കും ചെയ്യും. ആ ഒരു അറ്റാക്ക് വളരെ ഹ്യൂജ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഡോഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബൊറൂട്ടോ ആകാശത്തേക്ക് പറക്കുന്നുണ്ട്. എന്നിട്ട് തന്റെ സോഡ് വെച്ചിട്ട് പറയുന്നുണ്ട്, സാരദ, ഞാൻ നിനക്കൊരു വാക്ക് തരുവാണ്. ഞാൻ എന്റെ മാസ്റ്ററിനെ ട്രീ ആയിട്ടുള്ള എല്ലാവരെയും രക്ഷിച്ചിരിക്കും. അതുമാത്രമല്ലാതെ ഒരു കാര്യം കൂടെ ഉണ്ട്. പക്ഷേ ബൊറൂട്ടോ അത് തീർക്കത്തില്ല. അല്ലെങ്കിൽ വേണ്ട, ഞാൻ എന്തായാലും പിന്നെ വരാന്ന് പറഞ്ഞുകൊണ്ട് ബൊറൂട്ടോ അവിടുന്ന് പറന്നു പോകുകയാണ്. മിറ്റ്സുക്കി ആകട്ടെ ഒന്നും തന്നെ ചെയ്യാതെ അവിടെ അനങ്ങാതെ നിൽക്കുന്നു. അത് കൊള്ളാം ഹൊക്കാഗെ, മിറ്റ്സുക്കി വരുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തങ്ങളുടെ ഒരു പദവി വെച്ച് അവനെ സ്റ്റോപ്പ് ചെയ്ത പോലായിരുന്നു. അത് കൊള്ളാം, നീ നാടിന്റെ ഒരു ട്രേഡർ ആണെന്നുള്ള കാര്യം മറക്കണ്ട. ഹൊക്കാഗെ ഒരു ട്രേഡിനെ കൊല്ലണ്ട എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണല്ലോ. ആർക്കും ഒരു ഡൗട്ടും തോന്നത്തുമില്ല. നിലവിൽ എല്ലാവരുടെയും കണ്ണിൽ ഞാൻ ഒരു ഹൊക്കാഗെ ആയതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ പബ്ലിക്കലി ഹെൽപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ എനിക്ക് നിന്നോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. നീ ശരിക്കും ഉസുമാക്കി ബൊറൂട്ടോ അല്ലേ? കേൾക്കാൻ നേരത്തെ നമ്മുടെ ഈനോ ഞെട്ടിപ്പോകുന്നുണ്ട്. പുള്ളിക്കാരി ചോദിക്കുന്നുണ്ട്, ബൊറൂട്ടോ ഉസുമാക്കിയോ? ഇവൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്ക് ഈ ഗെൻജുട്സു എന്തായാലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്റെ മെമ്മറിക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അതുകൊണ്ട് നിന്റെ വായിൽ നിന്ന് തന്നെ എനിക്കൊരു എക്സ്പ്ലനേഷൻ കേൾക്കണം ബൊറൂട്ടോ. അതുകൊണ്ട് നീ തന്നെ പറ. നീയും കാവാക്കിയും നിങ്ങളുടെ ബോഡി സ്വിച്ച് ചെയ്തതാണോ അതോ നിങ്ങളുടെ റോൾസ് സ്വിച്ച് ചെയ്തതാണോ? എന്താണ് സംഭവിച്ചത്? കാര്യം നന്നായിട്ട് തന്നെ നീ തന്നെ പറ. ബൊറൂട്ടോ എന്നിട്ട് താഴെ ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും വില്ലേജിൽ നിന്ന് കുറെ അധികം ദൂരെയാണ് നിൽക്കുന്നത്. കാവാക്കിക്ക് എന്തായാലും എന്നെ ഫീൽ ചെയ്യാൻ സാധിക്കത്തില്ല. നീ എന്തായാലും അതോർത്ത് പേടിക്കണ്ട. ഈനോയ്ക്ക് എന്തായാലും കൊണോഹിൽ നിന്ന് 100 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. അതുകൊണ്ട് നീ എത്ര ദൂരെ പോയാലും വലിയ കുഴപ്പമൊന്നും കാണത്തില്ല. എന്തായാലും ഇപ്പൊ സംസാരിക്കാൻ നേരമില്ല കേട്ടോ. കാര്യം എനിക്ക് ചെറിയ മൈനർ ആയിട്ടുള്ള ബിസിനസ് ചെയ്തു തീർക്കാനുണ്ട്. അതേസമയം തന്നെ നമ്മുടെ ബൊറൂട്ടോ ശരീരത്തിന്റെ അകത്ത് ഒരു ചെറിയ പാമ്പിനെയും കാണാം. ആ ഒരു പാമ്പിനെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ മിറ്റ്സുക്കി ദൂരത്ത് നിന്ന് ഓടി വരുന്നുണ്ട്. അപ്പൊ അത് ബൊറൂട്ടോ പറയും ചെയ്യും, മിറ്റ്സുക്കി നിനക്ക് ഇതാണ് ആവശ്യം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് റഫ് ആയിട്ട് മാറാം. മിറ്റ്സുക്കി അവിടേക്ക് വന്നുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. സോ നിങ്ങളോട് ഞാൻ ചോദിക്കുവാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. വീഡിയോക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാനും മറക്കണ്ട.